ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി 7ാമത്തെ പാഠമായിട്ടുള്ള എക്സ്റ്റെൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, കുറച്ച് വലിയ പേരൊക്കെയാണ് ചാപ്റ്ററിന്. സംഭവം സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മുടെ ഇന്ത്യ, നമ്മൾ ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ അല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലേ. എങ്ങനെയാണ്? നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്കൊരു നേതാവ് ഉണ്ടാവും അല്ലേ. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെമോക്രസി ആണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് വിപുലീകരിക്കാം? ഒരുപാട് കമ്മീഷൻസ്, ഒരുപാട് ആക്ട്, ഒരുപാട് വ്യവസായങ്ങൾ നിലവിലുണ്ട്. അതെല്ലാം വിപുലീകരിച്ച് അടിപൊളിയാക്കി ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്, ഏതൊക്കെ കമ്മീഷൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം അല്ലേ, അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോഴേ തുടക്ക പേജുകളിൽ നമുക്ക് ഇതേ സംഭവം കാണാം. എന്താണെന്നറിയോ അത്? യെസ്, നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആണ്. എന്താണ് പ്രിയാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു ആമുഖം അല്ലേ. അത് എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതെന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തന്നെ, ഇന്ത്യക്കാരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു 3 വർഷക്കാലത്തെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമസംഹിതയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അന്ന് പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പല തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മാറ്റിയെടുക്കാനായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത നിയമസംഹിതയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ പറയാൻ മടിക്കരുത് അല്ലേ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലായി? അതിൻ്റെ തുടക്ക പേജ്, ആമുഖത്തിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വായിക്കാത്തൊരു ഇന്ത്യക്കാരനുണ്ടാവരുത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വായിച്ചൊക്കെ നോക്കണം. വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. മീനിങ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഫ്രീ കിട്ടുമ്പം അതൊന്ന് വായിച്ച് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ തുടക്ക പേജുകളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊന്നുമല്ല നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ഡെമോക്രസി, ജനാധിപത്യം വിപുലീകരിക്കാനായിട്ട് ഇന്ത്യയിൽ ഏതൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാലേ, ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവേണൻസ് ബട്ട് ഓൾസോ എ സിസ്റ്റം ഫോർ ഫുൾഫില്ലിംഗ് വാരിയസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ദെർബൈ എൻഷുറിംഗ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. എന്താ ഇവിടെ പറയുന്നത്? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമല്ല ഈ പറഞ്ഞ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് ശരിക്കും ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്കൊരു അടിപൊളി ലൈഫ് അല്ലെങ്കിൽ ഒരു അന്തസ്സുള്ള ജീവിതം നയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ എന്താണ് ഡെമോക്രസി എന്ന്? ഇൻ ഇന്ത്യ many constitutional institutions have been working for the establishment of democracy and its all-pervasive growth. ഇന്ത്യയിൽ ഒരുപാട് സംവിധാനങ്ങളും വ്യവസായങ്ങളും എന്തിനായിട്ട് നമ്മുടെ ഡെമോക്രസി നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ ആയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കമൻ്റൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സൈറ്റിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കണ്ടുവോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ
പേഴ്സണൽ മെമ്പർഷിപ്പ് എടുക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് വീഡിയോസ് ഉണ്ടാവും. എല്ലാ വീഡിയോസിനും പബ്ലിക്കായി കൊടുക്കണ്ടല്ലോ. അപ്പോൾ ജോയിൻ ആവുന്നവർക്ക് എന്താണ്, കുറച്ച് പ്രൈവറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കണ്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ഒക്കെ ആവാം കേട്ടോ. അപ്പോൾ അത് അമർത്തി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത പേജിലായിട്ടേ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ടേ. അപ്പം അതിൽ നമ്മുടെ ഡെമോക്രസീനെ സംരക്ഷിക്കാനും വളർത്തുവാനൊക്കെ ആയിട്ട് ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് കമ്മിറ്റി പോലെ അപ്പം അങ്ങനെ ഒരുപാട് ന്യൂസ് ഒരു 6 ന്യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നൊന്നും വായിച്ച് നോക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ച് നോക്കാം. ഞാൻ കുറച്ചെണ്ണം വായിക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിൽ ബി എൻഷ്വേർഡ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. എന്താണ് ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ഇപ്പോൾ കുറവാണ്. എന്താണ്, പിന്നോക്കം നിൽക്കുന്ന കുറച്ച് സമുദായങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് എന്താണ്, നമ്മളെപ്പോലെ എല്ലാവരെയും പോലെ അവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പം അതാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്മീഷനെ പറ്റി മനസ്സിലായില്ലേ. രണ്ടാമത്തെ ന്യൂസിൽ എന്താ കൊടുത്തിരിക്കുന്നത്, വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യൻ്റെ അവകാശങ്ങളൊന്നും ലംഘിക്കാനായിട്ട് പാടില്ല അല്ലേ. അപ്പം അത് ലംഘിച്ചാൽ എന്തുണ്ട്, ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അത് വേറൊരു കമ്മീഷനാണ്. അടുത്തതിൽ പറയുന്നത് ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ന്യൂസിൽ എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ ഓരോ കാസ്റ്റുകൾ ഉണ്ടല്ലേ, അപ്പോൾ എല്ലാ കാസ്റ്റിൽ പെടുന്നവരെ സംരക്ഷിക്കണം. അതേപോലെ തന്നെ ട്രൈബ്, ആദിവാസി സമുദായങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാനായിട്ട് വേറൊരു കമ്മീഷൻ. അതേപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. മൈനോറിറ്റി അല്ലേ, നമ്മൾ കേൾക്കുന്ന വാക്കാണ്. മൈനോറിറ്റി വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഡെമോക്രസിയെ സംരക്ഷിക്കാനും അതിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കമ്മീഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യക്കാരെയാണ് പറയുന്നത്. ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കമ്മിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇൻ ദ ന്യൂസ് ഗിവൺ എബവ് ദ ഡിഫറെൻറ്റ് മെക്കാനിസംസ് ദാറ്റ് ഹാവ് ബീൻ സെറ്റ് അപ്പ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഡെമോക്രസി ആർ മെൻഷൻഡ്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ആർ? ഏതൊക്കെ കമ്മീഷൻസിനെ പറ്റിയിട്ടാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒന്നാമത്തെ കമ്മീഷൻ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ ന്യൂസിൽ നിന്ന് എന്താണ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. നാഷണൽ കമ്മീഷൻസ് ഫോർ മൈനോറിറ്റീസ്. ഇനി മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടിൽ എന്താണ്, ഏത് കമ്മീഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ അല്ലേ. അപ്പം അങ്ങനെ ഓരോന്നും നിങ്ങൾ കണ്ടുപിടിക്കണം. അതിൻ്റെ മുകളിലുള്ള ഞാൻ പറയണോ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കണം. എനിക്ക് വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എനിവേ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതാണ്. അതേപോലെ ഇലക്ഷൻ കമ്മീഷനാണ് അവിടെ പറയുന്നത്. മുകളിൽ എന്താണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇവിടെ എന്താണ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പം അങ്ങനത്തെ കമ്മീഷൻസിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഇനി അതെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ അല്ലേ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇച്ചിരി ലെങ്തി ചാപ്റ്ററാണ്, അവസാനം ബുദ്ധിമുട്ടാവും. ഓരോ വീഡിയോയുടെ കൂടെ എന്ത് ചെയ്യുക, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കൺസെപ്റ്റും പഠിച്ചു പോകണം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള സംവിധാനങ്ങളില്ലേ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കമ്മീഷൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഡെമോക്രസീനെ വിപുലീകരിക്കാനും സംരക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള കമ്മീഷൻസ് നമുക്ക് ഇങ്ങനത്തെ ബോഡികളെ നമുക്ക് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്.
ദീസ് ബോഡീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ഏതൊക്കെയാണ്? രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ട്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ട്. അപ്പം നിങ്ങളത് മറക്കരുത്. ഈ സംവിധാനങ്ങളെ നമുക്ക് രണ്ടെണ്ണമായി തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണലും ഉണ്ട്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലും ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതേപോലെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലും എന്നൊക്കെ പറഞ്ഞ എന്താണ് എന്ന് പഠിക്കണ്ടേ? ഓക്കെ, ആദ്യം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണെന്ന് നോക്കാം. ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ഓട്ടോണമസ് ബോഡീസ് ഫോംഡ് വെൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വേർഡ് ഉണ്ട്. ഏതാണ്? ഓട്ടോണമസ്. ഇത് ഓട്ടോണമസ് ആണ്. എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്താണ് ഓട്ടോണമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത സംവിധാനമാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിലവിൽ വന്നോ അപ്പം മുതൽ എന്തുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കമ്മീഷൻസ് ആണല്ലോ ഇതല്ലാതും. അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡ് ചെയ്യാത്ത ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ഓട്ടോണമസ് ബോഡീസ് ഫോംഡ്. എപ്പോൾ ഫോം ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിലവിൽ വന്ന അവസരത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ നിലവിൽ വന്നത്. ക്ലിയർ ആണോ? അപ്പം എന്താണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ ആധാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളില്ല, അല്ലേ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നിയമസംഹിത. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ത്യക്കാരെ നിങ്ങൾക്കറിയാമോ, ഒരു 300ഓളം ആളുകൾ കൂടിച്ചേർന്ന് മീറ്റിംഗ് ഒക്കെ ഒരുപാട് 3 കൊല്ലത്തെ പരിശ്രമം കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ, ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ അത് സംരക്ഷിക്കപ്പെടണ്ടേ, എല്ലായിടത്തും ഒരേപോലെ നടക്കണ്ടെന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്മീഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ ഫോം ചെയ്തു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോണമസ് ആണ്. അവരാരെയും ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്നില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. ക്ലിയർ ആയോ? അപ്പം അത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ ആരെയാണ് ശരിക്കും എന്ത് അടിസ്ഥാനത്തിലാണ് ഇവ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിലാണ് ഇവ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റിംഗ് എനി ചേഞ്ച് ഇൻ ദി പവർ ഓർ സ്ട്രക്ചർ ഓഫ് ദീസ് ബോഡീസ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അവരുടെ അധികാരം കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും നമുക്ക് നേരിട്ട് ചെന്നാൽ പറ്റില്ല. എങ്ങനെ പറ്റുള്ളൂ? നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമേ എന്തെങ്കിലും ഭേദഗതി, എമെൻമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുക, തിരുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനും എഫക്റ്റ് ചെയ്യുള്ളൂ, അവരുടെ പവറിനൊക്കെ മാറ്റം വരുത്തുള്ളൂ. അല്ലാതെ യാതൊരാൾക്കും പോയിട്ട് അതിനൊരു അവരുടെ പവറിനെ മാറ്റം വരുത്തുവാനോ അവരുടെ സ്ട്രക്ചർ മാറ്റുവാനോ ഒന്നും സാധിക്കില്ല. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് മനസ്സിലായോ? വേഗം പറഞ്ഞ് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? അപ്പോൾ ഇങ്ങനത്തെ സംഘടനകളെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആദ്യം ഓർക്കേണ്ടത് അവർ ഓട്ടോണമസ് ആണ്. ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ഓട്ടോണമസ് ബോഡീസ്. എപ്പോഴാണ് ഫോം ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പം. ഫോംഡ് വെൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. ഇനി എന്താ പറയേണ്ടത്? എന്താണ് ഇവരുടെ പവറിൻ്റെ കാരണം? കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് എന്താണ്?
കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇവരുടെ പവറിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? എന്ത് വേണം അതിന്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും തിരുത്തലോ ഭേദഗതിയോ വരുത്തിയാലാണ് എന്തിനു സാധിക്കുക? ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ പവറിലുള്ള മാറ്റമോ അവരുടെ സ്ട്രക്ചറൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇത്രയും ക്ലിയർ ആയോ? 3 പോയിൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റി നിങ്ങൾ ഓർക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? ഓൺ ദി അതർ ഹാൻഡ്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ഫോംഡ് ബൈ ദ ലോസ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ്. നമുക്ക് എന്താണ് പാർലമെൻറ്റ് എന്ന് അറിയാം അല്ലേ? പാർലമെൻറ്റിൽ നമ്മൾ എലക്ട് ചെയ്തിട്ടുള്ള അംഗങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അവർ ഓരോ നിയമങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പാസ് ചെയ്തില്ലേ? ഓരോ നിയമങ്ങൾ ഫോം ചെയ്യുന്ന ഇടമാണ് പാർലമെൻറ്റ്. അപ്പോൾ ആ പാർലമെൻറ്റിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഫോം ചെയ്യുന്നത്. ഓരോ നിയമങ്ങൾ പാസ് ചെയ്യുമ്പം ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ പറഞ്ഞ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പാർലമെൻറ്റിലൂടെയാണ് ഫോം ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഫോം ചെയ്യുന്നത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. പാർലമെൻറ്റ് വഴി ഫോം ചെയ്യുന്നത് ആരാണ്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. They can be given constitutional status as and when required. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ നാടിന് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം? അവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ആവശ്യമാണെങ്കിൽ മാത്രം. ക്ലിയർ ആണോ? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും മനസ്സിലായോ നിങ്ങൾക്ക്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി രൂപം കൊണ്ടതാണ്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് വഴി നിയമമൊക്കെ പാസ്സാക്കി വന്നിട്ടുള്ള കമ്മീഷൻസ് ബോഡീസ് ആണ് ഈ പറഞ്ഞ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ക്ലിയർ ആയോ? ഓക്കെ. These bodies play a pivotal role in practically implementing the fundamental values of Constitution such as equality, liberty, social justice and secularism in Indian society. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ വാല്യൂസ്, കോൺസ്റ്റിറ്റ്യൂഷന് അടിസ്ഥാനമായി കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. ഏതാണ് ആ 4 വാല്യൂസ്? നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത വേണം. ലിബർട്ടി, എന്താണ് ലിബർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം അല്ലേ? സ്വാതന്ത്ര്യം വേണം. ഇനി സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക നീതി വേണം. ഇനി സെക്യുലറിസം എന്ന് വെച്ചാൽ എന്താണ്? മതേതരത്വം അല്ലേ? മതങ്ങളൊന്നും കൂട്ടിക്കുഴയ്ക്കാത്തൊരു രാഷ്ട്രം വേണം. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാം തന്നെ നിലവിൽ കൊണ്ടുവരാനായിട്ടാണ് ശരിക്കും എന്തുള്ളത്? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയാലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയാലും എന്തിനായിരിക്കണം? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ 4 വാല്യൂസ് സംരക്ഷിക്കാനാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. These institutions achieve the basic goals of democracy by integrating all sections of the people of the country. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ആയാലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയാലും ഇതെല്ലാം നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡെമോക്രസി, ജനാധിപത്യ ഭരണത്തിന് കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെല്ലാം നടന്നു പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, എല്ലാ സെക്ഷനിലുള്ള ജനങ്ങളും ഒന്നിച്ചു കൊണ്ടുവരണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലായാലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ചെയ്യുന്നത്. ക്ലിയർ ആണോ? The success of democracy hinges on the active participation of marginalized and weaker section of society. എന്ന് വെച്ചാൽ ഒരു ഡെമോക്രസി എപ്പോഴാണ് സക്സസ് ആവുന്നത്, വിജയമായി മാറുന്നത്? എപ്പോഴാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട
മാർജിനലൈസ്ഡ് എന്ന് വെച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, പിന്നോക്കം നിൽക്കുന്ന, അതേപോലെ തന്നെ എന്താ പറയുക വീക്കറായിട്ടുള്ള, താഴ്ന്നു നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും എന്ത് ചെയ്യണം, കൂട്ടിയോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഡെമോക്രസി എന്ത് ചെയ്യുള്ളൂ, വിജയിക്കുള്ളൂ. ക്ലിയർ? അതിന് എന്ത് വേണം? ഫോർ ദാറ്റ് their wishes and aspirations need to be considered fairly. ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പ്ലേ എ വിറ്റൽ റോൾ ഇൻ റിയലൈസിങ് ദിസ് ഗോൾ ഇൻ ഇന്ത്യ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷണലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. Let us examine how the institutions mentioned above help in the spread of democracy. അപ്പം എങ്ങനെയാണ് ഈ വ്യവസായങ്ങളും സംവിധാനങ്ങളെല്ലാം ഇന്ത്യക്ക് ഡെമോക്രസിയെ വിപുലീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് തുടർന്നുള്ള സെക്ഷൻസിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി അടുത്തതൊരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പിക്ചർ കണ്ടിട്ട്? ഇലക്ഷനാന്ന് കണ്ടാൽ മനസ്സിലായില്ലേ? ആ വരി നിൽക്കുന്നതും വോട്ട് ചെയ്യുന്നതും ആ മെഷീനും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ഇത് വോട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ്. ദി ഇമേജസ് എബൌട്ട് ഡിപ്പിക്ട് വാരിയസ് സ്റ്റേജസ് ഓഫ് ദി ഇലക്ടോറൽ പ്രോസസ്. എക്സാമിൻ ഈച്ച് പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദി സ്പെസിഫിക് സ്റ്റെപ്പ് ഇൻ ദി ഇലക്ഷൻ പ്രോസസ് ദാറ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ്. അപ്പം ഈ പിക്ചേഴ്സ് എല്ലാം മനസ്സിലാക്കി ഇലക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ അവർ എഴുതിയിട്ടുണ്ട് എന്ത് ചെയ്യുക, ക്യൂ നിൽക്കുക, വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുക, അതവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ എഴുതിക്കേ. എന്താണ് അടുത്ത പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം വോട്ടിംഗ് യൂസിങ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്, EVM. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത പോയിന്റ് എന്ത് എഴുതാം? ഇങ്ക് മാർക്ക് ചെയ്യുന്നു അല്ലേ? അപ്ലൈ ഇങ്ക് ആഫ്റ്റർ വോട്ടിംഗ്. അത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? വോട്ട് ചെയ്തതിന് ശേഷം ഇങ്ക് മാർക്ക് ചെയ്യുന്നത് ആ വോട്ട് ചെയ്ത വ്യക്തി രണ്ടാമതും വന്ന് വീണ്ടും വോട്ട് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആ വോട്ട് ചെയ്തത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഫിംഗറുമേ ഇങ്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഓരോ കമ്മീഷൻസിനെ പറ്റി പഠിക്കും. ആദ്യം പഠിക്കുന്ന കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് ഇത് വായിച്ചിട്ട് വരണം. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഞാൻ എടുക്കുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അധികമൊന്നും പഠിക്കാനില്ല, എന്ത് ചെയ്യാം, വേഗം അതിപ്പോൾ തന്നെ എല്ലാം പഠിച്ചിട്ട് വേണം നിർത്താനായിട്ട്. അടുത്ത ക്ലാസ് ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതും എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.